നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് ശുക്രദശാകാലത്തെ പറ്റിയാണ്. ശുക്രനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ശുക്രനെ കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാമെന്ന് നോക്കാം. ഭാര്യ, ഭർത്താവ്, വിവാഹം, സമ്പത്ത്, വസ്ത്രം, ആഭരണം, നിധി, ഐശ്വര്യം, മൈഥുനം, സംഗീതം, കവിത്വം, ബഹുസ്ത്രീ സംഗത്വം, ഉത്സാഹം, സംഭാഷണ ചാതുര്യം, അലങ്കാരം, ശയനോപകരണങ്ങൾ, തെക്ക് കിഴക്ക് ദിക്ക്, മൂത്രസംബന്ധമായ രോഗം തുടങ്ങിയവയുടെ എല്ലാം കാരകൻ ശുക്രനാണ്. ആയതിനാൽ ഇതെല്ലാം തന്നെ ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ശുക്രന്റെ സ്വക്ഷേത്രങ്ങൾ ഇടവൻ രാശിയും തുലാൻ രാശിയുമാണ്. ഉച്ചരാശി മീനം രാശിയും നീചരാശി കന്നിരാശിയുമാണ്. ഇടവൻ രാശി സുന്ദരമായ മുഖാകൃതിയെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ തുലാം രാശി നല്ല ശരീരഘടനയെയും സൂചിപ്പിക്കുന്നുവെന്നാണ്. സുകുമാര ചിന്തകളുടെയും ലളിതകലകളുടെയും വിവാഹാദി ദാമ്പത്യ ബന്ധങ്ങളുടെയും ശൃംഗാരാദി രതിലീലകളുടെയും വാഹനങ്ങളുടെയും അലങ്കാരത്തിൻ്റെയും മദനോത്സവത്തിൻ്റെയും കാരകനും അധികാരിയും ശുക്രനാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സ്വവർഗസ്ഥിതിയുള്ളപ്പോഴും രാശിമധ്യത്തിലും ചന്ദ്രന്റെ കൂടെ നിൽക്കുമ്പോഴും സൂര്യന്റെ മുന്നിൽ നിൽക്കുമ്പോഴും വക്രഗതിയിലും 3, 4, 6, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും ശുക്രൻ പ്രത്യേക ബലവാനും ശുഭഫലദായകനുമാണ്. ശുക്രൻ ഏത് രാശിയിൽ നിന്നാലും ആ രാശിക്ക് ബലം കൊടുക്കുമെന്നുള്ളതാണ്. ശത്രുക്ഷേത്രമെന്നോ മിത്രക്ഷേത്രമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ തന്നെ ശുക്രന് വ്യാഴത്തിൻ്റെ 1/4 ഭാഗം ബലമാണ്. കേന്ദ്രാധിപത്യമുള്ള ശുക്രനാണ് ജാതകത്തിലെങ്കിൽ ത്രികോണാധിപത്യം ഭവിച്ചു നിൽക്കുന്ന ശുക്രൻ ആ കേന്ദ്രാധിപത്യത്തെ ഇല്ലാതാക്കി വളരെയേറെ ഗുണപ്രദനാക്കുമെന്നുള്ളതാണ്. ജാതകത്തിൽ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്ന ശുക്രൻ തനിച്ചു നിൽക്കുന്നുവെങ്കിൽ മാത്രമേ ശുഭഫലങ്ങൾ പൂർണ്ണമായി നൽകുകയുള്ളൂ. മറ്റൊരു ഗ്രഹം കൂടി ചേർന്നാൽ പൂർണ്ണ ഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇത് ശുക്രന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. മൗഢ്യം പ്രാപിച്ചാലും ശുഭഫലം നൽകുന്ന കാര്യത്തിൽ ശുക്രൻ ദുർബലനാകുന്നില്ല എന്നാണ്. മൗഢ്യത്തിൽ ശുക്രന് ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മൗഢ്യത്തിൽ നിൽക്കുന്ന ശുക്രൻ ജാതകനെ ശൃംഗാരാദി വിഷയങ്ങളിൽ വിരക്തനാക്കുമെന്നാണ്. കാവ്യകലാദികളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ജാതകന് ശുക്രദശ 20 വർഷമാണ്. ജാതകത്തിൽ ശുക്രൻ പരമോച്ചത്തിലാണ് സ്ഥിതിയെങ്കിൽ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം, പുത്രലാഭം, ഭാഗ്യവർദ്ധനവ്, ബഹുജന സമ്മിതി, കീർത്തി, പല വിധത്തിലുള്ള ദ്രവ്യലാഭം, വാഹനലാഭം, സംഗീത സാഹിത്യാദി ലളിതകലാ പ്രവർത്തനം, വിശിഷ്ട പദാർത്ഥങ്ങളുടെ സംഭരണം, കച്ചവട സംബന്ധമായ ക്രയവിക്രയങ്ങൾ, ഇങ്ങനെയുള്ള ഫലങ്ങൾ ജാതകന് ലഭിക്കുമെന്നുള്ളതാണ്. കൂടാതെ പ്രേമം തുടങ്ങിയ മാനസിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് മനോവേദന അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ജാതകത്തിൽ ഉച്ചത്തിലാണ് ശുക്രന്റെ സ്ഥിതിയെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കുമെങ്കിലും സ്ത്രീ സംഗമം മൂലം ദ്രവ്യനഷ്ടവും പലവിധത്തിലുള്ള ദുഃഖങ്ങളും മാതാപിതാക്കൾക്ക് പലവിധത്തിലുള്ള ദോഷങ്ങളും സംഭവിക്കുമെന്നുള്ളതാണ്. ജാതകത്തിൽ നീചത്തിലാണ് ശുക്രന്റെ സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് ധനഹാനി, ഭാര്യാപുത്രാദികൾക്ക് ദുഃഖം, പരസ്ത്രീ സംഗമം മൂലം പലവിധ രോഗങ്ങൾ, ഫലമില്ലാതെ അധ്വാനം തുടങ്ങിയവയൊക്കെ ആയിരിക്കും ഫലം. ജാതകത്തിൽ നീചത്തിൽ നിൽക്കുന്ന ഒരു ഗൃഹത്തോട് ചേർന്നാണ് ശുക്രന്റെ സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് അപവാദം, ഭയം, മരണം തുടങ്ങിയ ദോഷങ്ങൾ വന്നുഭവിക്കുമെന്നാണ്. ശുഭഗ്രഹത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം വളരെ ശോഭനമായിരിക്കും.
പാപഗ്രഹത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് കുടുംബകലഹവും ഭാര്യാവിരഹവും സംഭവിക്കുമെന്നാണ്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിക്കഴിയേണ്ടി വരുമെന്നുള്ളതാണ്. ഇടവൻ രാശിയിലോ തുലാം രാശിയിലോ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭാര്യാപുത്രാദികൾക്ക് സൗഖ്യവും ക്രയവിക്രയ കാര്യങ്ങൾക്ക് സാമർഥ്യവും ധനവർദ്ധനവും വന്നു ചേരുമെന്നുള്ളതാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് കാര്യസിദ്ധി, സർക്കാർ ജോലി, ആരോഗ്യം, സുഖം, വിദ്യാവർദ്ധനവ് ഇവയൊക്കെ വന്നു ചേരും. രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ സാഹിത്യാദി പ്രവർത്തനം, ധനലാഭം, സുഖഭോജനം, വാക്സാമർത്ഥ്യം, പരോപകാര തൽപരത ഇവയൊക്കെ ഉണ്ടാകും. മൂന്നാമിടത്താണ് ശുക്രന്റെ സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് ധൈര്യവും അത്യുത്സാഹവും ഉറച്ച മനസ്ഥിതിയും ഉണ്ടാകുമെന്നാണ്. അതേപോലെ ശ്രേഷ്ഠമായ വാഹനങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് സർക്കാർ ആനുകൂല്യങ്ങളും വാഹനങ്ങളും സുഖവും എല്ലാ പ്രവൃത്തികൾക്കും ഫലപ്രാപ്തിയും നാൽക്കാലി ലാഭവും ധനവും കീർത്തിയും പ്രതാപവും വന്നു ചേരുമെന്നാണ്. അതുപോലെ അഞ്ചാമിടത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ വിദ്യയും ധനവും പുത്രന്മാരും സുഖവും ലഭിക്കുമെന്നാണ്. നല്ല പദവികളൊക്കെ ലഭിച്ച് എല്ലാവർക്കും പ്രിയങ്കരനായും ഭവിക്കുമെന്നാണ്. ഇനി ജാതകത്തിൽ ആറാമിടത്താണ് ശുക്രന്റെ സ്ഥിതിയെങ്കിൽ ജാതകന്റെ ദശാകാലത്ത് പല വിധത്തിലുള്ള അനർത്ഥങ്ങളും സംഭവിക്കുമെന്നാണ്. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭാര്യാവിരഹമോ ഭാര്യാമരണമോ സംഭവിക്കാം. ഇല്ലാത്ത പക്ഷം ദാമ്പത്യ സുഖം ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ജാതകൻ അവിവാഹിതനാണെങ്കിൽ വിവാഹം നടക്കുന്ന കാലം കൂടിയാണ്. അതേപോലെ തന്നെ അന്യദേശത്ത് പോകാനിടവരും. ഇനി ജാതകത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങൾ സംഭവിക്കും. എന്നിരുന്നാലും യശസ്സും പദവിയും പ്രതാപവും ധനവും വന്നു ചേരുമെന്നുള്ളതാണ്. അഷ്ടമത്തിലെ ശുക്രന്റെ ദശാകാലം അത്ര കണ്ട് ദോഷപ്രദമല്ല എന്ന് തന്നെ പറയാം. ഭാഗ്യസ്ഥാനമായ 9-ാമിടത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഉയർന്ന ഭാഗ്യവും സമ്പത്തും കീർത്തിയും സുഖവും ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി ജാതകത്തിൽ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് നല്ല രീതിയിൽ കീർത്തി, വിദ്യ, ധനം ഇവയൊക്കെ വന്നു ചേരും. ജാതകന് സർക്കാർ ജോലിയോ തുല്യമായ മറ്റ് ജോലിയോ ലഭിക്കുമെന്നുള്ളതാണ്. ഇനി ലാഭസ്ഥാനമായ 11-ാമിടത്താണ് ശുക്രന്റെ സ്ഥിതിയെങ്കിൽ ജാതകനെ ശുക്രന്റെ ദശാകാലത്ത് സമ്പത്തും സുഖവും നല്ല രീതിയിൽ ലഭിക്കുമെന്നുള്ളതാണ്. കലാപരമായ പ്രവർത്തനങ്ങൾ വിജയിക്കുകയും ചെയ്യും. 12-ാമിടത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ശോഭനമായ ഫലം സിദ്ധിക്കുമെന്നുള്ളതാണ്. 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗുണഫലങ്ങൾ തരുന്ന ഏക ഗ്രഹം ശുക്രനാണ്. ധനവർദ്ധനവ്, സുഖം, കൃഷിലാഭം ഇവയൊക്കെ ലഭിക്കും. മാതാവിന് അരിഷ്ടതകളൊക്കെ വന്നു ഭവിച്ചേക്കാവുന്ന കാലം കൂടിയാണ്. പാപഗ്രഹങ്ങളോട് ചേർന്നോ പാപഗ്രഹങ്ങളാൽ വീക്ഷിക്കപ്പെട്ടോ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭാര്യയുമായി വിരോധത്തിൽ കഴിയേണ്ടി വരുമെന്നുള്ളതാണ്. ശുഭഗ്രഹ വീക്ഷണത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും വന്നു ചേരും. ശുക്രന് പാപത്വം സംഭവിച്ചാൽ ഭാര്യാസുഖം വളരെ കുറയുമെന്നുള്ളതാണ്. അതുപോലെ ബന്ധുജനങ്ങളുടെ അപ്രീതിക്കും കാരണമാകും. ഏത് രാശിയിലാണെങ്കിലും ഉച്ചരാശിയിൽ അംശിച്ചിരിക്കുന്ന ശുക്രന്റെ ദശാകാലം ശോഭനമായിരിക്കും. നീചരാശിയിൽ അംശിച്ചിരിക്കുന്ന ശുക്രന്റെ ദശാകാലം വളരെ ദോഷപ്രദവുമായിരിക്കും.
വക്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും നല്ല ഭാര്യയും വാഹനഭാഗ്യവും ധനവും ലഭിക്കുമെന്നുള്ളതാണ്. മൗഢ്യമുള്ള ശുക്രന്റെ ദശാകാലത്ത് പഴയ വീടുകളിൽ താമസിക്കുക, ഭാര്യയ്ക്ക് ദുരിതം, ദാരിദ്ര്യം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, തുലാം, ധനു, മകരം, കുംഭം, മീനം എന്നീ 10 രാശികളിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം പൊതുവെ ശുഭകരമായിരിക്കും. നീചരാശിയായ കന്നിയിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം ധനത്തിനും ഭൂമിക്കും നാശം സംഭവിക്കുമെന്നാണ്. ഭാര്യാനാശം, അന്യദേശഗമനം ഇവയും സംഭവിക്കുമെന്നുള്ളതാണ്. എന്നിരുന്നാലും സുഖാനുഭവങ്ങൾക്ക് കുറവ് വരികയില്ല എന്നാണ്. വൃശ്ചികത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം വളരെ ദോഷപ്രദമായിരിക്കും. ധനത്തിനും സുഖത്തിനും നാശം സംഭവിക്കും. ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്ന ശുക്രനാണെങ്കിൽ ദോഷത്തെ കുറയുമെന്നാണ്. സ്ത്രീ സംബന്ധിയായി അപവാദം കേൾക്കേണ്ടി വരുന്ന കാലം കൂടിയാണ്. സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ധനത്തിനും ഭാര്യയ്ക്കും കൃഷിക്കും പൊതുവെ ദോഷപ്രദമായിരിക്കും. ചന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് സുഖവും ധനവും വാഹനഭാഗ്യവും ഉണ്ടാകും. ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ചൊവ്വയുടെ രാശികളിൽ അല്ലെങ്കിൽ ജാതകന് ഭാര്യാക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചൊവ്വയ്ക്കു പകരം മറ്റു പാപഗ്രഹങ്ങളായാലും ഫലം ഇതുതന്നെയായിരിക്കും. ബുധനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് പൊതുജന മധ്യത്തിൽ നായകസ്ഥാനം ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ തന്നെ ഭാര്യാസംബന്ധിയായ അരിഷ്ടതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. വ്യാഴത്തിനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് എവിടെയും നേതൃസ്ഥാനവും പ്രാധാന്യമുള്ളയാളുമായി ഭവിക്കുമെന്നാണ്. ശനിയോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് നീചസ്ത്രീ സംഗമവും ഭാര്യാനാശവും സംഭവിക്കുമെന്നുള്ളതാണ്. രാഹുവിനോടോ കേതുവിനോടോ ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ജാതകൻ വിധവയെ സ്വീകരിക്കുവാനിടയാകും. ഗുളികനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് നിജസ്ത്രീകളുമായി നിത്യസംസർഗം പുലർത്തുമെന്നുള്ളതാണ്. ജാതകത്തിൽ ശുക്രൻ ദുർബലനായ വ്യക്തികൾ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. ശുക്രൻ കന്നിരാശിയിൽ നിൽക്കുന്നവർ മേടം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു, മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ, ശുക്രൻ 6, 8 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നവർ, സൂര്യൻ, ചൊവ്വ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുമായി ശുക്രന് യോഗദൃഷ്ടിയുള്ളവർ, ചിങ്ങം, കർക്കിടകം, ധനു ഈ രാശികളിൽ ഒന്നിൽ ശുക്രൻ നിൽക്കുന്നവർ ഇവരൊക്കെ തന്നെ ശുക്രദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി, ആയില്യം, കേട്ടരേവതി എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രദശാകാലം അനിഷ്ടഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ നക്ഷത്രക്കാരും വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശുക്രന്റെ അതിദേവത മഹാലക്ഷ്മിയാണ്. അന്നപൂർണേശ്വരി, യക്ഷി എന്നീ ദേവതകളെയും ഭജിക്കാവുന്നതാണ്. ശുക്രന്റെ നക്ഷത്രങ്ങളായ ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും വെള്ളിയാഴ്ചയും ജന്മനക്ഷത്ര ദിവസവും ക്ഷേത്ര ദർശനവും വ്രതാനുഷ്ഠാനങ്ങളും മറ്റു വഴിപാടുകളും നടത്താവുന്നതാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. വെള്ള, ഇളം നീല, മഴവിൽ നിറങ്ങൾ പോലുള്ള നിറങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ശുക്രദശാകാലവും ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്.
ജാതകത്തിലെ ശുക്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെ രാശിസ്ഥിതിയും അനുസരിച്ച് ഇവിടെ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.